spiritual awakening journey that is for real. ഞാൻ ഈ ഒരു ജേർണിയിൽ വരുന്നതിന് മുന്നേ സ്പിരിച്വൽ അവേക്കനിങ്ങിനെ പറ്റി ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റുകൾ കാണുമല്ലോ, ഇറ്റ്സ് വിചാരിക്കുന്നതല്ല എന്നൊക്കെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട് ആ പോസ്റ്റുകൾ. പക്ഷെ അതിൻ്റെ മീനിങ് എനിക്ക് ഉറപ്പായിട്ട് മനസ്സിലായിട്ടുണ്ടായിട്ടില്ല. പക്ഷെ വൺസ് ഞാൻ ഈ അവേക്കനിങ് ജേർണിയിൽ വന്നതിന് ശേഷം ഐ അണ്ടർസ്റ്റുഡ് ദ ഡെപ്ത് ഓഫ് ഇറ്റ്. എനർജീസ്, പവർ, നമ്മളെ ഗൈഡ് ചെയ്യുന്ന സോഴ്സ്, ദിസ് ഈസ് ഫോർ റിയൽ ആൻഡ് ഇറ്റ്സ് നോട്ട് എ ജോക്ക്. ഇറ്റ്സ് ദെയർ റൈറ്റ് നൗ, റൈറ്റ് ഹിയർ. നമുക്കതിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യും എന്നുള്ളതാണ് പറയാൻ പറ്റുള്ളൂ. എക്സ്പീരിയൻസസ് ആണല്ലോ ഇത്. എക്സ്പീരിയൻസസ് നമ്മൾ വാക്കുകളിലൂടെ ഷെയർ ചെയ്യുമ്പോൾ അത് നമ്മൾ അനുഭവിച്ച ഡെപ്തിൻ്റെ അത്രയും നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. അതേ എക്സ്പീരിയൻസിലൂടെ കടന്നു പോയവർക്ക് ചിലപ്പോൾ കണക്ട് ചെയ്യും, അല്ലാതെ കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കും വട്ടായതാണ്. ദാറ്റ് ഈസ് ദ ട്രൂത്ത്, ദാറ്റ് ഈസ് ദ റിയാലിറ്റി. ബിക്കോസ് 98% or 99% ആൾക്കാർ നമ്മൾ കാണുന്നവർ ഈ ഒരു എക്സ്പീരിയൻസിലൂടെ പോയവരല്ല. അപ്പോൾ അവർക്ക് that is not their fault, that is not our fault, that is nobody's fault, but it is what it is. So ആ എക്സ്പെക്റ്റേഷൻ, എന്നെ ആരെങ്കിലും മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഞാനത് ചെയ്തിട്ടുണ്ട്, ഇനി ഞാനിത് അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള വാലിഡേഷൻസും എല്ലാം മാറ്റി വെച്ചിട്ട് ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ അത് അനുഭവിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇറ്റ്സ് നോട്ട് ഈസി, ആർക്കും ഈസി അല്ല. ശരിക്കും ഇതിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുടെ പെയിൻ ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്. അവരെന്തൊക്കെയായിരിക്കും ഗോ ത്രൂ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിൽ ആരെങ്കിലും പോവുകയാണെങ്കിൽ ടു ജസ്റ്റ് ഷോ ദം എ സപ്പോർട്ട് that they are not alone. It's not at all easy. നമ്മുടെ ഈഗോ എന്ന് പറയുന്ന ഡിക്ഷണറി കാണുന്ന ഈഗോ അല്ല, മൈൻഡ്, നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മൾ മൈൻഡ് ക്രിയേറ്റ് ചെയ്ത ഐഡൻറ്റിറ്റി ഇത് കൊളാപ്സ് ആവുകയാണ്. ഒരു ചെറിയ ശതമാനം പോലും ബാക്കി വെക്കാതെ ഇറ്റ് വിൽ ബി കൊളാപ്സ്ഡ്. അപ്പോൾ ആ ഐഡൻറ്റിറ്റി കൊളാപ്സ് ആവുമ്പോൾ അത് തരുന്ന ഒരു പെയിൻ, നമ്മൾ എവിടെയൊക്കെയാണോ നമ്മൾ ഐഡൻറ്റിറ്റി ബേസിൽ ജീവിക്കുന്നത് അവിടെയെല്ലാം യൂണിവേഴ്സ് വിൽ ക്രിയേറ്റ് സംതിങ് ആൻഡ് അത് കൊളാപ്സ് ആവും. ആൻഡ് നമ്മുടെ എനർജി ഷിഫ്റ്റ് ചെയ്യും. എനർജി ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് നോട്ട് അലൈൻഡ് വിത്ത് അസ്, അതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്സ് ആവാം, ബന്ധങ്ങളാവാം, പാർട്ട്ണർ ആവാം, it will collapse. It has to. That is the structure of it. അപ്പോൾ അത് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണെങ്കിൽ ദ പെയിൻ ഒരുപാടായിരിക്കും. നമ്മളതിലോട്ട് സറണ്ടർ ചെയ്യുന്നത് വരെ ആ പെയിൻ ഇങ്ങനെ കൂടിക്കൊണ്ട്. സോ ദർ വിൽ ബി നോ അതർ വേ ദാൻ ടു സറണ്ടർ. സോ ദീസ് ആർ ദ ട്രൂത്ത്. സത്യമാണ് ഇതൊക്കെ. ആൻഡ് നമ്മൾ വിചാരിക്കും ഒരു പോയിന്റിൽ നമ്മൾ ഹീലായി, അലൈൻഡായി,
നമ്മൾ യൂണിറ്റി കോൺഷ്യസ്നെസ് എക്സ്പീരിയൻസ് ചെയ്തു എന്ന് വിചാരിക്കും. ഇച്ചിരി കോൺഫിഡൻ്റ് ആവും. ആ മൊമെൻറ്റിൽ അടുത്തത് ദൈവം കാണിച്ചു തരും. അടുത്ത ട്രിഗർ എവിടെയാണോ അറ്റാച്ച്മെൻ്റ് ഉള്ളത്, ആ ട്രിഗർ വിൽ കം റൈറ്റ് ഓൺ യുവർ ഫേസ്. Then we will again go through that. It's not the same cycle because it's always a forward moving journey. പഴയതിലോട്ട് തിരിച്ചു പോവല്ല. അതായത് യൂണിവേഴ്സ് അത് റിവീൽ ചെയ്യാണ് വേറെ എവിടെയൊക്കെയാണ് അറ്റാച്ച്മെൻ്റ് ഉള്ളത്. അറ്റാച്ച്മെൻറ്റ് ഇസ് ഫോർ മൈൻഡ്. മൈൻഡിൻ്റെ കൊലാപ്സ് ആണ് നടക്കുന്നത് ഐഡൻറ്റിറ്റിയുടെ. സോ ഐഡൻറ്റിറ്റി കൊലാപ്സ് നടക്കുമ്പോൾ അറ്റാച്ച്മെൻ്റ് ഉള്ള സ്ഥലങ്ങൾ തുറന്ന് കാണിക്കും, സോ ദാറ്റ് ഇറ്റ് ക്യാൻ കം ടു ദ സർഫസ് ആൻഡ് യു ക്യാൻ ഹീൽ. അപ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി, നോട്ട് അറ്റ് ഓൾ ഈസി. ബട്ട് നമ്മൾ എത്രത്തോളം സറണ്ടർ ചെയ്യുന്നു, അത്രത്തോളം ഒരു ഫ്ലോ സ്റ്റേറ്റിൽ വരുന്നു. അക്സെപ്റ്റിംഗ് വാട്ട് ഈസ് റൈറ്റ് നൗ അറ്റ് ദിസ് മൊമെൻറ്റ്. എന്താണോ 3D റിയാലിറ്റി കാണിക്കുന്നത്, വാട്ട് എവർ ഇറ്റ് ഈസ് ഷോയിങ് ടു യു, അക്സെപ്റ്റ് കംപ്ലീറ്റ്ലി. അക്സെപ്റ്റൻസ് ഇല്ലാതെ അതിൽ നമ്മൾ മൈൻഡിലൊരു റെസ്ട്രിക്ഷൻ ഉണ്ടാകുമ്പോഴാണ് ആ റിയാലിറ്റി, 3Dയിൽ കാണുന്ന റിയാലിറ്റിയോടുള്ള റെസ്ട്രിക്ഷൻസ് ആണ് പെയിൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വെൻ പെയിൻ ഈസ് കമ്മിങ്, ചിന്തിക്കുക ദറ്റ് യു ആർ റെസ്ട്രിക്റ്റിംഗ് സംതിങ്, റെസ്ട്രിക്റ്റിംഗ് ദ റിയാലിറ്റി ഓഫ് വാട്ട് ഈസ്. 3D കാണിക്കുന്ന ആ റിയാലിറ്റീനെ യു ആർ നോട്ട് അക്സെപ്റ്റിംഗ് ഇറ്റ്സ്. യു ആർ എന്ന് പറയുമ്പോൾ മൈൻഡ് ഇസ് നോട്ട് അക്സെപ്റ്റിംഗ്. അപ്പോൾ അതാണ് കാണിക്കുന്നത്. അപ്പോൾ ആ റെസ്ട്രിക്ഷൻസിനെ ജസ്റ്റ് ഫീൽ ദാറ്റ് റെസ്ട്രിക്ഷൻസ് ആൻഡ് സിറ്റ് വിത്ത് ദാറ്റ് റെസ്ട്രിക്ഷൻ. അപ്പോൾ യു വിൽ ഫീൽ എ പെയിൻ ഫീൽ ചെയ്യുക, ആൻഡ് ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഡിസോൾവ്. പെയിനിനെ ഫേസ് ചെയ്യാതെ നമുക്ക് പെയിനിനെ അല്ലെങ്കിൽ ഹീലിംഗ് പോസിബിൾ അല്ല. സപ്രസ് ചെയ്താൽ പോസിബിൾ അല്ല. ഔട്ടർ ഡിസ്ട്രാക്ഷൻസ് തേടിപ്പോയാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. വീണ്ടും സർഫസ് ചെയ്യും. പെയിൻ വരുന്നു, ഒരു ഫ്രണ്ടിനെ വിളിക്കാം, ആ സമയം കുറച്ച് ഓക്കെ ആയിരിക്കും. ദെൻ അഗെയിൻ ദിസ് വിൽ കം. പെയിൻ വരുന്നു എന്ന് ഒരു മൂവിക്ക് പോവാം, പെയിൻ വരുന്നു കുറച്ച് ഫുഡ് വാങ്ങി കഴിക്കാം. ചിലവർക്കുണ്ടല്ലോ ഇമോഷണൽ ഈറ്റിംഗ്. ഇതൊക്കെ ചിലപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ നമുക്ക് റിലീഫ് കിട്ടും, ബട്ട് ലോങ് ടേമിനില്ല, വീണ്ടും വരും ആ പെയിൻ. അപ്പോൾ അതിനെങ്ങനെയാണ് ഹീൽ ചെയ്യുക? വെൻ യു സിറ്റ് വിത്ത് ദാറ്റ് പെയിൻ, വെൻ യു സിറ്റ് വിത്ത് ദാറ്റ് ഹെവിനെസ്, വെൻ യു ഫീൽ ഇൻ ടു ഇറ്റ്. തിങ്ക് ചെയ്യാനല്ല പറയുന്നത്, ഫീൽ ഇൻ ടു ഇറ്റ്. അത് ഫീൽ ചെയ്യുമ്പോൾ ടീയേഴ്സ് വരും. ക്രൈ ഇറ്റ് ഔട്ട്, ലെറ്റ് ഇറ്റ് ഗോ, ഷെഡ് and shed. That is how you release. That is how you heal. Sending lots and lots and lots of love to everyone on this journey.